ഹലോ. ഇപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കില്ല. കഴിഞ്ഞ ദിവസങ്ങൾ അത്രയും ജന്തർ മന്ദറിൽ വിദ്യാർത്ഥി സമൂഹം ഉണ്ടാക്കിയ പ്രക്ഷോഭം നമ്മളെല്ലാം കണ്ടവരാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു സംഭവം ഓർമ്മ വന്നു. എന്താണെന്ന് വെച്ചാൽ, ഞാൻ 8ൽ നിന്ന് 9ലേക്ക് കയറുന്ന ടൈമിൽ ഒരു ബനാത്തിൽ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ. ബനാത്ത് എന്ന് പറഞ്ഞാൽ അറിയില്ലാത്തവർക്കായിട്ട് പെൺകുട്ടികൾ മാത്രമായിട്ട് നിന്ന് മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരു സ്ഥലമാണ്, വെക്കേഷൻ കോഴ്സ്. അതിന് പോയപ്പം അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഉസ്താദിൻ്റെ ഉമ്മ ഞങ്ങളെ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു കാര്യം പറഞ്ഞു. എന്താന്ന് വെച്ചാൽ, പെൺകുട്ടികൾ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്തായാലും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, അവിടെ പോയി സേവിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികൾ ഒത്തിരി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതാണ് അവരുടെ മെയിൻ ജോലി എന്നുള്ള രീതിക്ക് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് തീരെ ദഹിച്ചില്ല. ഞാൻ പണ്ടും ഇപ്പോഴും അങ്ങനെയാണ്. ഒരു ന്യായമല്ലാത്ത കാര്യം എൻ്റെ ഫ്രണ്ടിൽ കേട്ടാൽ ഞാൻ പ്രതികരിക്കും. അതാരാണെന്ന് ഞാൻ നോക്കില്ല, ഞാൻ പ്രതികരിക്കാറുണ്ട്. കുറച്ച് പെൺകുട്ടികളുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഈ ഡെലിവറി സമയത്തൊക്കെ ഗൈനക്കോളജിസ്റ്റ് പെണ്ണാവണമെന്ന് നമുക്ക് നല്ല നിർബന്ധം ഉണ്ടാവാറില്ലേ? അപ്പോൾ പെണ്ണുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ അതെങ്ങനെ ശരിയാവും, അതെങ്ങനെ നടക്കും എന്ന് ചോദിച്ചു. ആ ഒരൊറ്റ ചോദ്യത്തിൽ അവരെന്നെ വിലയിരുത്തി. വഴിതെറ്റിപ്പോയി എന്ന് വെച്ചാൽ ചിന്താഗതി വഴി മാറിപ്പോയി എന്ന് അവരങ്ങ് വിലയിരുത്തി. അവർ ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ റിലേറ്റീവാണ്. അപ്പോൾ ആ റിലേറ്റീവ് വഴി ഞാൻ അറിഞ്ഞു അവർക്ക് ഒരു മോളുണ്ട്. അപ്പോൾ ആ ഇത്തത്ത എന്നെക്കാളും ഒരു 5 വയസ്സ് മൂത്തതായിരിക്കും. ആ ടൈമിലപ്പം രാത്രിയൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഞങ്ങളത് പറയാറുണ്ട്, എനിക്ക് പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, എന്നാൽ എന്നെ പഠിക്കാൻ വിടില്ല, പഠിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ വീട്ടുകാർ പറയുന്നത്. എനിക്ക് പഠിക്കണം നല്ല ആഗ്രഹമുണ്ട് എന്ന് ഇത്താത്ത അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെന്നുള്ളതാണ് സത്യം. എൻ്റെ പൊന്നെ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. സത്യം വിളിച്ച് പറഞ്ഞ എന്നെ അവർ ഇങ്ങനെ ചിത്രീകരിച്ചു. എനിക്കൊന്നും പറയാനില്ല.